നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവള് ആണുങ്ങളെ മയക്കെടുക്കുന്ന രാക്ഷസിയാ. തനിക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിലേ ഈ ഭയപ്പെടുന്നതിനൊന്നും ഒരർത്ഥവുമില്ല. എന്നാലും ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തില് അങ്ങനെ എന്തെങ്കിലും. ആരൊന്ന് പോടും. ഒരു ദുർബല നിമിഷം ഉണ്ടാവാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. എടോ, തൊട്ടാൽ ഉടനെ അലിഞ്ഞു പോകുന്ന ഒരാളൊന്നുമല്ല വിശാല്. എന്റെ മനസ്സിനെ കരിമ്പാറയുടെ ഉറപ്പ. അതിനെ പിടിച്ചു കുലുക്കാൻ ഒരു റിയെ വിചാരിച്ചാലും സാധിക്കില്ല. എടോ, എന്റെ മനസ്സിലെ എന്നും ഒരേ ഒരു പെണ്ണെ ഉണ്ടാവും. അതെ, ദേ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന എന്റെ പാറക്കുട്ടിയെ. എടോ, ഈ പ്ലാനൊക്കെ താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത്? താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചത്? ഇനിയിപ്പോ ഞാൻ തനിച്ച് പോകുന്നതില് തന്റെ മനസ്സിൽ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല. ഈ പ്ലാനെ നമുക്കങ്ങ് ക്യാൻസൽ ചെയ്യാം. അത് വേണ്ട സർ. റിയയുടെ കള്ളി നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. അവൾ ആരാണെന്ന് നമുക്ക് വിനയെ ബോധ്യപ്പെടുത്തണം. പണമാണ് അവളുടെ ലക്ഷ്യമെന്നും പണത്തിനു വേണ്ടി അവൾ എന്തും ചെയ്യുമെന്നും ആരെ ഒറ്റിക്കൊടുക്കുമെന്നും വിനയോടുള്ള റിയയുടെ ബന്ധം ശാശ്വതമല്ലെന്നും വിനയെ നമുക്ക് അറിയിക്കണം. എങ്കിൽ മാത്രമേ ഗാർഗിയുടെ ജീവിതം നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കൂ. കമ്പനിയും സ്വത്തുക്കളും നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനാവൂ. അതിന് നമ്മൾ തയ്യാറാക്കിയ ഈ പ്ലാൻ നടന്നിരിക്കണം. പക്ഷേ ഞാൻ തനിച്ചു പോയി റിയെ കാണുന്നതിനോട് താനിങ്ങനെ വിയോജിച്ച ഞാൻ എന്ത് ചെയ്യും? തനിച്ചു പോയാൽ മാത്രമേ അവളെ വലിച്ചു കയറി അവളുടെ മുഖം മൂടി പിച്ച് ചീന്താനാവൂ. എടോ, താൻ ടെൻഷൻ അടിക്കണടോ. താൻ ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. എന്നാ ശരി, അവള് വിളിക്കുന്നതിനനുസരിച്ച് എവിടെയാണെന്ന് വെച്ചാ സാർ പോയി അവളെ കണ്ടോളൂ. എന്താ ഇപ്പൊ തന്റെ പേടിയൊക്കെ മാറിയോ? മാറി. പെണ്ണൊരുമ്പിട്ട ബ്രഹ്മനും രക്ഷയില്ലെന്ന് സാർ കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു ഒരുമ്പിട്ട പെണ്ണറിയാം. അതുകൊണ്ടാ എന്റെ പേടി. പക്ഷേ ഇപ്പൊ എനിക്ക് ധൈര്യമുണ്ട്. ഉദയനൂരമ്മ കൂട്ടിനുള്ളപ്പോ ഞാൻ എന്തിനാ അവളെ ഭയപ്പെടുന്നു? ഓഹോ, അപ്പോ എന്റെ മനസ്സുറപ്പില് തനിക്ക് വിശ്വാസം ഇല്ല? ഒന്ന് പോ സാറേ. ഒരു കാലത്ത് ജാസ്മിൻ ആയിരുന്നു കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവളെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അമേരിക്കയിലേക്ക് പറഞ്ഞയച്ചത്. അവൾ എന്തൊക്കെ അഭ്യാസങ്ങളാ നമ്മുടെ വീട്ടിൽ നടത്തിയതും. അവള് പോയപ്പോ മനസ്സിനൊരു സമാധാനമായിരുന്നു. ഇപ്പോ ജാസ്മിനേക്കാൾ വലിയ വിഷയമായിട്ട് റിയ മാറിയിരിക്കുക. അവളെ ഇനിയും വളരാൻ അനുവദിച്ച അവൾ ഗാർഗിയുടെ കുടുംബം മാത്രമല്ല, സകലതും തകർക്കും. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു പ്ലാൻ തയ്യാറാക്കിയത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.